നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകളെ കൊന്ന പന്നികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന കശാപ്പുകാരൻ. കനേഡിയൻ സീരിയൽ കില്ലർ റോബർട്ട് പിക്ടൺ സഹതടവുകാരന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കുപ്രസിദ്ധ കനേഡിയൻ സീരിയൽ കില്ലർ റോബർട്ട് പിക്ടൺ തടവിൽ കഴിയവേ മരിക്കുകയായിരുന്നു. ജയിലിൽ വെച്ച മറ്റൊരു തടവുകാരന്റെ ആക്രമണത്തെ തുടർന്നാണ് റോബർട്ട് മരണപ്പെട്ടത്. 74 വയസ്സായിരുന്നു. ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച അതിക്രൂരനായ സീരിയൽ കില്ലറായിരുന്നു ഇയാൾ. നിരവധി പേരെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത്. 2007 മയക്കുമരുന്നിന് അടിമകളായവരെയും വേശ്യകളെയും ഇയാൾ കൊന്നു. കൊന്നവരുടെ മൃതദേഹം ബ്രിട്ടീഷ് കൊളംബിയയിലെ പസഫിക് പ്രവിശ്യയിലെ തന്റെ പന്നി ഫാമിൽ എത്തിച്ച് കശാപ്പ് ചെയ്ത് അവശിഷ്ടങ്ങൾ പന്നികൾക്ക് കഴിക്കാൻ ഇട്ടുകൊടുത്തിരുന്നു. വാൻകൂവറിന് സമീപമുള്ള റോബർട്ട് പിക്ടന്റെ വസ്തുവിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ അവശിഷ്ടമാണ് ഇയാൾക്കെതിരെയായി ലഭിച്ച തെളിവുകൾ. 6 സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിലാണ് റോബർട്ട് അറസ്റ്റിലാകുന്നത്. പിന്നീടാണ് ഇയാൾ ചെയ്ത മറ്റു കൊലപാതകങ്ങളെപ്പറ്റി വിവരങ്ങൾ പുറത്തുവരുന്നത്. ജീവപര്യന്തം തടവിനാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടത്. 2002 തുടക്കത്തിൽ പിക്ടൺ അറസ്റ്റിലാകുന്നതുവരെ വാൻകൂവറിലെ ഡൗൺ ടൗൺ ഈസ്റ്റ് സൈഡ് പരിസരത്ത് നിന്ന് കാണാതായത് 60-ലധികം സ്ത്രീകളെയാണ്. 33 സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ DNA വാൻകൂവറിൽ നിന്ന് 25 കിലോമീറ്റർ കിഴക്ക് പോർട്ട് ക്വാൽമിലെ പിക്ടണിന്റെ പന്നി ഫാമിൽ നിന്ന് പോലീസ് കണ്ടെത്തി. 33 സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ DNA വാൻകൂവറിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള പിക്ടണിന്റെ പന്നി ഫാമിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അവശിഷ്ടം കണ്ടെത്തിയ സ്ത്രീകളിൽ പലരും തദ്ദേശീയരാണ്. തെളിവുകളുടെ അഭാവത്തിൽ പിക്ടണെതിരായ കേസുകൾ കോടതി വെട്ടിക്കുറച്ചിരുന്നു. ഏകദേശം 25 വർഷം നീണ്ട അന്വേഷണമായിരുന്നു സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഇയാളെ കേന്ദ്രീകരിച്ച് നടന്നത്. മെയ് 19 ജയിലിൽ വെച്ച സഹതടവുകാരൻ റോബർട്ട് പിക്ടണെ ആക്രമിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെയാണ് റോബർട്ട് മരണപ്പെടുന്നത്. പിക്ടണിനെ ആക്രമിച്ച 51-കാരനായ തടവുകാരൻ കസ്റ്റഡിയിലാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.